എത്ര ദിവസമായി നമ്മൾ ഓൽക്ക് സ്ഥിരം അറിയണല്ലേ. പക്ഷെ കയറാൻ രാവിലെ തുടങ്ങുന്ന നിങ്ങളായാലും നമ്മളായാലും ഈ ഒരു സംഘർഷമാണ് പ്രശ്നം. ഇന്നലെ ഇല്ലാത്ത ഒരു റെസ്ട്രിക്ഷൻ ആണെന്ന് രാവിലെ ഇല്ല. ഞങ്ങളൊക്കെ ഇവിടെ തടഞ്ഞിരിക്കണം, അങ്ങോട്ട് വിടില്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ഓരോ ദിവസം തോറും അവിടെ എത്ര മറച്ചു പിടിക്കാൻ എന്താ ഉള്ള അവിടെ ടൈം ആവുമ്പോ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും എന്താണ്. അതെ, ഇതിലെന്താ പറഞ്ഞു കഴിഞ്ഞാല് വേറൊരു വിവാദം ആരും ചെയ്യരുത്. ഒരു കാര്യം എനിക്ക് പറയാൻ, ഇതിനെ പല സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്ത് പോകുന്നുണ്ട്. നമ്മൾ എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മാധ്യമ പ്രവർത്തകരാക്കിയിട്ട് ഇവിടുത്തെ കാലാവസ്ഥകൾ കാണില്ല, ഈ കാറ്റും ഈ തണുപ്പും ഇതിൻ്റെ ഇടയിൽ നിന്നിട്ട് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർ ഇതിനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പല ആൾക്കാരെയും കുറ്റം പറയേണ്ടി ഈ കൂട്ടത്തിലുള്ള ആളുകളെ. ശരിയാണ്, നമ്മൾ ഇടത്തെ ഭാഗത്ത് മണ്ണ് തെരഞ്ഞി കിട്ടിയില്ല, എന്താ ചെയ്യുക? നമ്മൾ സാധാരണക്കാരനല്ലേ, നമുക്ക് അതിന് മാത്രം ടെക്നോളജി ബുദ്ധിയൊന്നും ഇല്ലല്ലോ. നമ്മൾ എഞ്ചിനീയർമാരോ അല്ലെ ശാസ്ത്രജ്ഞന്മാരോ ഒന്നും അല്ലല്ലോ. ഇടത്തെ ഭാഗത്ത് നോക്കി കിട്ടിയില്ല, വലത്തെ ഭാഗത്ത് നോക്കണോ? അതിനെന്താ തെറ്റ്? ഒരു തെറ്റുമില്ല, വലത്തെ ഭാഗത്ത് തപ്പാണ്. നിങ്ങളിപ്പോ കളക്ടർ അടക്കമുള്ളവരെ ഇന്നലെ രാത്രി എപ്പോഴെങ്കിലും സംസാരിച്ചു? ഏതെങ്കിലും അതോറിറ്റി ആയിട്ട് സംസാരിച്ചോ? അതോറിറ്റികളായിട്ട് ഒക്കെ സംസാരിക്കുന്നുണ്ട്. ലെറ്റർ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരിക്കണ്, അപേക്ഷ കൊടുക്കാൻ പറഞ്ഞിരിക്കണ്. തിരയാനുള്ള അപേക്ഷ തയ്യാറാക്കാൻ തന്നെ ടൈം എടുക്കും. അത്രയും ആളെ അഡ്രസ്സ് പേര് ഒക്കെ എഴുതണം, ഒക്കെ റെഡിയാക്കുക. അതൊന്നും എഴുതാൻ നമുക്ക് വേറെ ആരും ഇല്ല, നമ്മൾ തന്നെ ചെയ്യണമല്ലോ ഇതൊക്കെ. അതിൻ്റെ ഒരു പോരായ്മ സ്പീഡ് കുറവ് അത് ഉണ്ടാവുമല്ലോ. അന്യനാട്ടിൽ എവിടെ സ്റ്റാമ്പ് പേപ്പർ കിട്ടാന്ന് അറിയില്ല നമുക്ക്. ഇനി കേരളത്തിൽ നിന്ന് ആരും ദയവ് ഇത് വരില്ലേ, അതിന് താങ്ങാനുള്ള നമുക്ക് കപ്പാസിറ്റി ഇല്ല ഇവിടെ. ഞാൻ ഓരോരുത്തരും കിടത്തി ഉറക്കിയിട്ട് ഉറങ്ങാൻ വരെ സമയം കിട്ടുന്നില്ല. അപ്പൊ ഇനി വരരുത്, ഈ ആള് മതി. കാരണം 25 ആക്കേ ഉള്ളൂ, ഈ 25 ആളെ മാത്രമേ ഇവർ കയറ്റുള്ളൂ. അതിൽ തന്നെ ഇവർ രഞ്ജിത്ത് ഇസ്രായേൽ ഓൾറെഡി എത്ര ദിവസമായി ഓരോ കൂടെ നടക്കണ്. ഓരോ ദിവസവും ഡെയിലി രാവിലെ ഇയാളെ ഉള്ളിൽ കയറ്റാൻ നമ്മളിങ്ങനെ കച്ചറ ഉണ്ടാക്കണം. അതാണ് പ്രശ്നം. പറയുന്നത് എല്ലാ സഹകരണങ്ങളും ഉറപ്പാണ്, തെരച്ചിൽ തുടരും, ഈ 3 പേരെ കുറിച്ച് ഒരു കൃത്യമായ വിവരം കുടുംബത്തിന് കൈമാറിയിട്ട് ഞങ്ങൾ മടങ്ങുള്ളൂ എന്നൊക്കെയാണ്. പക്ഷെ ഇവിടെ രാവിലെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാലോ. പിന്നെ കർണാടക മീഡിയയിലൊക്കെ വരുന്നത് ഇത് എന്തോ കേരളക്കാർ ഓരോ അപമാനിക്കാൻ തുടങ്ങി, അങ്ങനെ നമ്മൾ ആരെങ്കിലും ചെയ്തിക്കണോ? നമ്മളെ കുട്ടീനെ അവിടുന്ന് കഴിച്ചിലാക്കി കൊണ്ടുപോകാനല്ലേ നോക്കണുള്ളൂ. ഇവർക്ക് മനസ്സിലാവൂലോ അവിടെ ആ വീട്ടിലിരിക്കുന്ന ഓരോ വിഷമം. ആ ഓരോ വിഷമാണ് എന്താവുന്നത്, ഓരോ മലയാളിയും ഇവിടേക്ക് എത്തിപ്പോണത്. ആരും ഇവിടെ വേറെ ഒരു എന്താ പറയുക പേഴ്സണൽ ലാഭം ആരും പ്രതീക്ഷിക്കുന്നില്ലല്ലോ. ഒരാളതിൻ്റെ ഉള്ളിൽ കിടന്നു. ഇപ്പൊ ആ വീട്ടുകാർ പറയണ് എന്താ പറയുക, ബോഡിയെങ്കിലും കിട്ടിയാൽ മതി. ഈ ദയനീയ അവസ്ഥയിലാണ് നിൽക്കണേ. ഇത്രയും ദിവസം നമ്മളെല്ലാവരും എന്താ പ്രതീക്ഷിച്ചത്, എങ്ങനെ ജീവനെയും കിട്ടിയാൽ മതി. പോട്ടെ, ഇനി ബോഡിയും കിട്ടാൻ ഇതിൽ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ വണ്ടിയിലുണ്ടോ, വണ്ടിക്ക് പുറത്തായിനോ? എനിക്ക് നല്ലൊരു സംശയമുണ്ട് വണ്ടിക്ക് പുറത്തായിനോ എന്നുള്ളത്. ഇനി പറയാലോ, ആ വീട്ടുകാരെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉള്ളിൽ വെച്ചൊരു കാര്യമാണ്. ചിലപ്പോൾ വണ്ടിക്ക് പുറത്തായിരിക്കും. ഇത് നമ്മൾ മാറ്റി മാറ്റി പറയുന്നത് ആണെന്ന് ആരും വിചാരിക്കരുത്. നമ്മളെ ടെൻഷൻ കൊണ്ട് എന്താവുകയാണ്, ഇതിങ്ങനെ മാറി 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 വരികയാണ്. ഇപ്പൊ വിടുന്നില്ല. ഇനി ആരൊക്കെ പോലീസുകാരോ കയ്യും കാലും പിടിച്ചിട്ട് വേണം ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറാൻ. മൂപ്പർക്ക് പുതിയ ഐഡിയകളൊക്കെ ഉണ്ട്. കാരണം തന്നെ മൂപ്പർ ശ്രമിക്കുന്നുണ്ട്. ആ രഞ്ജിത്ത് ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. കാരണം റിസ്കിന്റെ മുകളിലാണ് അവിടെ നിൽക്കുന്നത്. അപ്പൊ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഇതിനെ പല രൂപത്തിലേക്ക് ഡൈവേർട്ട് ചെയ്ത് വിടുകയാണ്. ഇപ്പൊ ഒരു ബോഡി കിട്ടിക്കിന്, ഇനി ഞാൻ അതും പറയാം. ഇപ്പൊ ഒരു ബോഡി കിട്ടിക്കിന്, ഇപ്പം കിട്ടിക്കിന് അവിടുന്ന് മോളിന്ന്. അതിന്റെ ഭാഗമാണ്. പ്ലീസ് ഈ ആംബുലൻസിനെ വഴി വിടി.